ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നല്ല നാടൻ രീതിയിലുള്ള ഒരു പയർ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 300 ഗ്രാമോളം അച്ചിങ്ങപ്പയറാണ്. പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഒരു മീഡിയം പരുവത്തിൽ മുറിച്ചെടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങയുടെ കൊത്ത് നമുക്ക് വേണം. ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നാടൻ കറികൾക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്തെല്ലാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിങ്ങനെ വറുത്തെടുക്കണം. ഇവിടെ ഇപ്പം തേങ്ങയുടെ കളറെല്ലാം ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു സവോളയുടെ പകുതി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സവോള നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. സവോളയുടെ കളർ മാറി ബ്രൗൺ കളറൊന്നും ആകണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ സവാള ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടിയിൽ കിടക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും സവോളയും എല്ലാം നന്നായിട്ട് നമ്മുടെ പയറുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കണം. ഇവിടെ 300 ഗ്രാം പയറിന് ഒരു സവോളയുടെ പകുതിയും ഏകദേശം 1/4 കപ്പോളം തേങ്ങയുടെ കൊത്തുമാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിത് ഒരു സവോളയാക്കി എടുക്കാം. പിന്നെ പയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് ഉപ്പ് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ പയർ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. പയർ വേവാനായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും അടുപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളം നമ്മൾ ഈ പയറിലേക്ക് തന്നെ ഒഴിക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ പയർ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ അടപ്പ് തുറന്ന് അതിലുള്ള വെള്ളം പയറിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് പയർ വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഞാനിങ്ങനെ കുറച്ച് തവണ ചെയ്ത് പയർ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉണക്കമുളകാണ്. ഞാനിവിടെ 2 കാശ്മീരി മുളക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുവാണ്. സാധാ ഉണക്കമുളകിന് നല്ല എരിവായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു കാശ്മീരിയും ഒരു ഉണക്കമുളകുമായിട്ട് പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കാശ്മീരി പൊടിച്ചെടുത്താൽ മതി. നമുക്കിനി പൊടിച്ചെടുത്ത മുളക് പയറിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പയർ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. നല്ല രുചിയുള്ളൊരു കറിയാണിത്. നമ്മൾ തേങ്ങയുടെ കൊത്തും അതുപോലെ തന്നെ ഉണക്കമുളകും എല്ലാം ചേർക്കുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.